നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ മിക്സഡ് വെജിറ്റബിൾ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കില്ലേ? അതായത് എല്ലാത്തിനും കുറേശ്ശെയായിട്ട് എടുത്ത് ചിലപ്പോൾ ഒരു 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ചിരക്കയുടെ കഷ്ണം കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് അറിയാമോ? അത് ചെറുതായിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കും. പിന്നെ പാനിൽ ഒരു 2 വറ്റൽമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു വലിയ സവാള ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കും. പിന്നെ ഒരു തക്കാളി, കുറച്ച് മീഡിയം സൈസിലെ ഒരു തക്കാളിയും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 വറ്റൽമുളകെന്ന് പറയാൻ കാരണം അത് ഇച്ചിരി എരിവുള്ള വറ്റൽമുളക് കേട്ടോ, അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിരക്കയും കൂടി ചേർക്കുകയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടി ചേർക്കാം. ഇനി വീണ്ടും ഒന്നും കൂടി വഴറ്റി കൊടുക്കണം. ശരിക്കും വേഗണം കേട്ടോ. വേഗണം എന്ന് പറഞ്ഞാൽ അടച്ച് വെച്ച് നമുക്ക് ഒരു 5-10 മിനിറ്റ് നേരം അടച്ച് വെച്ചാൽ മതിയാകും. അതൊന്ന് വാടി വരും. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ട് പകുതിയോളം വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി അത് വീണ്ടും അടച്ച് വെച്ച് ഞാൻ ആ ചിരക്ക ഒന്നും കൂടി വേകാൻ വേണ്ടി ഒന്നും കൂടി അടച്ച് വെച്ചു. അതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുക കേട്ടോ. കാരണം വറ്റൽമുളക് എൻ്റെ അടുത്ത് കാശ്മീരി മുളകിൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും, പിന്നെ പാകത്തിന് ഉപ്പ്, ഒരല്പം നാളികേരം, പിന്നെ ഒരു കഷ്ണം പുളി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കഷ്ണം ചിരക്കാന്നൊക്കെ പറയുമ്പോൾ എന്ത് കറിയാണ് വെക്കണേന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ച് കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ ചിരക്ക ചമ്മന്തി റെഡിയായി കഴിഞ്ഞു.